രഘു സാർ നമസ്കാരം. ഇപ്പോ ബംഗ്ലാദേശിൽ നമസ്കാരം. കലാപം നടക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംവരണ വിരുദ്ധ കലാപമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഷേഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന് പറയുന്ന സർക്കാരിനെതിരെ നടത്തുന്ന വലിയ രീതിയിലുള്ള കലാപത്തിൽ 150 പേരാണ് അവിടെ മരണപ്പെട്ടതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ആത്യന്തികമായിട്ടും ബംഗ്ലാദേശിലാണ് കലാപം നടക്കുന്നതെങ്കിലും അതിൽ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇതില് ഇന്ത്യ, നമ്മുടെ കേന്ദ്രം ആ കലാപത്തിനെ വളരെ ശക്തമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആ കലാപത്തെ നിരീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടായി. വളരെ നിരുത്തരവാദിത്തപരമെന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന അഭയാർത്ഥികൾക്ക് ആ കലാപത്തിൽ ഡാമേജ് ആയി, അല്ലെങ്കിൽ ആ കലാപത്തിൽപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന അഭയാർത്ഥികൾക്ക് ഞങ്ങൾ ഇവിടെ അഭയാർത്ഥി ക്യാമ്പ് ഒരുക്കും, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ആനയിച്ചു വരുത്തും, അവരെ സ്വീകരിക്കും എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പൊ തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം മമതാ ബാനർജിക്ക് ഇത് പറയാൻ എന്താണ് അധികാരം എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഈ കുടിയേറ്റങ്ങളെയൊക്കെ അവസാനിപ്പിക്കാനാണ് നമ്മുടെ കേന്ദ്രം CAA, NRC പോലുള്ള നിയമങ്ങളും പല കാര്യങ്ങളും കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിടിച്ച് പുറത്താക്കാനാണ് നമ്മുടെ രാജ്യം ഇതൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ടും ബംഗാളിനെ പോലെ ഉള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ ഇവിടെ അഭയാർത്ഥികളെ കൊണ്ടുവരും എന്ന്. അപ്പോ ഇത് എത്തരത്തിൽ സാധിക്കും? ഇത് കേന്ദ്രവുമായിട്ട് ഒരു ഡിസ്കഷനും ഉണ്ടാകാതെ ഇത്തരത്തിൽ നിരുത്തരവാദമായി പറയുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തിനെ തന്നെ വലിയ ആപത്തിലേക്ക് ഇത് പിടിച്ച് നയിക്കില്ലേ? തീർച്ചയായിട്ടും അതെ. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്താവനയല്ല മമതാ ബാനർജിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അല്ല, ആദ്യത്തെ പ്രശ്നം അങ്ങനെ ഒരു പരാമർശം നടത്താൻ മമതാ ബാനർജിക്ക് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടലാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് ആരെങ്കിലും ഇന്ത്യയിലേക്ക് കുടിയേറുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളാണുള്ളത്. ആ കാര്യത്തിൽ സംസ്ഥാന നിയമങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. നമുക്കറിയാം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഉണ്ട്, പാസ്പോർട്ട് ആക്ട് ഓഫ് 1920 ഉണ്ട്, ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1945 ഉണ്ട്. ഈ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ എന്താണ് രാജ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് വാലിഡ് ആയിട്ടുള്ള വിസ ഇല്ലാതെ, ട്രാവൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്ന ആളുകളെയാണ് നമ്മൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയിലെ നിയമം. അവരെ ഏത് രാജ്യത്താണ് അവർ കയറി വന്നത് ആ രാജ്യത്തിലേക്ക് തന്നെ മടക്കി അയക്കണം. അതുവരെയുള്ള സമയത്ത് അവരെ ഡിറ്റെയിൻ ചെയ്യണം. അവർക്ക് വേണ്ടി പ്രത്യേക പ്രിസൺ സിസ്റ്റം പോലും ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺസിനെ ഇടുന്ന തടവറയിൽ അവരെ ഇടാൻ പോലും പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിറ്റൻഷൻ ക്യാമ്പുകൾ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ഇതിലൊന്നും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിവേചനാധികാരമോ പ്രത്യേകമായിട്ടുള്ള വിദേശകാര്യ നയമോ ഒന്നുമില്ല. ഇപ്പൊ കേരള സംസ്ഥാനം ഒരു വിദേശകാര്യ സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്താണ് കേരളത്തിന്റെ ആ കാര്യത്തിലുള്ള അധികാരം എന്നറിയില്ല. ഇങ്ങനെ വാളെടുത്തവർ മുഴുവൻ വെളിച്ചപ്പാടാവുന്നത് പോലെ മമതാ ബാനർജി സ്വന്തം രീതിയിൽ ഒരു വിദേശ നയം പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, ബംഗ്ലാദേശിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ അലോ ചെയ്തതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള നയത്തിന്റെ ഉൽപ്പന്നമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ 1970 ഇപ്പോഴത്തെ കലാപം പോലും, ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം പോലും എന്തുമായി ബന്ധപ്പെട്ടിട്ടാ നോക്കൂ. ബംഗ്ലാദേശിലെ നിലവിലെ നിയമപ്രകാരം 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ പങ്കെടുത്തിട്ടുള്ള വെറ്ററൻസിനാണ് സർക്കാർ ജോലികളിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് 30% സംവരണം. 1971 യുദ്ധത്തിൽ പങ്കെടുത്തുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് 30% സർക്കാർ ജോലിയിൽ സംവരണമാണ്. ഈ സംവരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ, പൗരസമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള മറ്റു സംഘടനകൾ എല്ലാവരും സമരം ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾ യഥാർത്ഥത്തിൽ സൈന്യത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് പോലും ഈ പൗരന്മാരും സൈന്യവും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ്. കാരണം ആദ്യം ബംഗ്ലാദേശ് ഇല്ലല്ലോ. ഇന്ത്യ വിഭജിച്ച സമയത്ത് രണ്ട് പാകിസ്ഥാനാണ് ഉണ്ടായിരുന്നത്. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും, രണ്ട് ഭാഗത്തും പാകിസ്ഥാനാണ്. ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു ബംഗ്ലാദേശ്. വെസ്റ്റ് പാകിസ്ഥാനിലായിരുന്നു ഭരണകൂടവും പാർലമെന്റും ഭരണ സംവിധാനങ്ങളും മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ ഈസ്റ്റ് പാകിസ്ഥാനിലെ വിഭവങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് പാകിസ്ഥാൻ വളരെയേറെ വികസിക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ പോലും കൊടുക്കാതെ, യാതൊരു റിസോഴ്സസും കൊടുക്കാതെ അവർ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നത്. ഇതിനെതിരെ കലാപം ചെയ്ത ജനങ്ങൾക്ക് സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും കൂട്ടക്കൊലകൾക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തു. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധാക്ക യൂണിവേഴ്സിറ്റി കില്ലിങ്സ് എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്ന വ്യവസ്ഥക്കെതിരെ, ഈ വെസ്റ്റ് പാകിസ്ഥാനെതിരെ സമരം ചെയ്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ വേറെ രാജ്യമായിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ മുഴുവൻ ധാക്കയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് തുരുതുരെ വെടിവെച്ച് കൊല്ലുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ യുദ്ധത്തിൽ ഇന്ത്യ പിന്നീട് മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സൈന്യത്തെ അവിടെ ബംഗ്ലാദേശിൽ തന്നെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നു. സൈനികമായി തന്നെ അന്ന് ഇന്ത്യ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വിഭജിക്കപ്പെട്ട് പ്രത്യേക രാജ്യമായത്. അപ്പൊ സൈന്യവും പൗരന്മാരും തമ്മിലുള്ള സംഘർഷത്തിന്റെ ചരിത്രമുണ്ട്. അന്നത്തെ
ബംഗ്ലാദേശിന് വേണ്ടി പൊരുതിയിട്ടുള്ള സൈന്യം, ആ സൈന്യമാണ് പിന്നീട് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക സൈന്യമായി മാറുന്നത്. ഇന്ത്യയുടെ കൂടി ട്രെയിനിങ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സൈന്യമാണത്. ആ സൈന്യത്തിന് പക്ഷെ ഇപ്പോ അന്നത്തെ പാകിസ്ഥാനിലെ സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ മേലെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരമുള്ള ഒരു സംവിധാനമായിട്ട് സൈന്യം മാറി. പാകിസ്ഥാനെ പറ്റി പൊതുവെ പറയാറുണ്ട്, ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിന് മാത്രം സ്വന്തമായിട്ട് ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഭരിക്കുന്നത് തന്നെ സൈന്യമാണ് അവിടുത്തെ പോളിസികൾ നിശ്ചയിക്കുന്നത്. അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്കൊന്നും അവിടെ 5 കൊല്ലം തികഞ്ഞ ഗവൺമെന്റുകൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക അട്ടിമറികളിലൂടെ ഭരണം പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. എപ്പോഴും എന്തിനാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന വൈരം സജീവമാക്കിയിട്ട് ഇവര് നിർത്തുന്നത്? ഇന്ത്യ ഹേറ്റഡ് ഉണ്ടെങ്കിൽ സൈന്യത്തിന്റെ നിലനിൽപ്പിന് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉള്ളൂ. ജനങ്ങൾ സൈന്യത്തെ പിന്തുണയ്ക്കാൻ, സൈന്യത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രബലരായിട്ടുള്ള ശത്രുവിനെ എപ്പോഴും അപ്പുറത്ത് നിർത്തണം. അപ്പോ തങ്ങളുടെ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഹേറ്റഡ് വളരെ സജീവമാക്കി നിർത്തുന്ന സൈന്യമാണ്. ഇതേപോലെ ഒരു സാഹചര്യം ഇപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. സൈന്യം നിർണായകമായിട്ടുള്ള അധികാരം എടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള എന്താണ് നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്നത് പോലെ കുടുംബാധിപത്യമായി മാറി. ഒരിക്കലും ഒരു സൈനയിൽ അംഗമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാ കാലത്തും ഈ പറയുന്ന നിർണായകമായിട്ടുള്ള എലൈറ്റ് അധികാരങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം വന്നു. ഇതിനെതിരെ ആളുകൾ കലാപം ചെയ്യണം. സൈന്യം വളരെ ശക്തമായിട്ട് ഇതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. 115 കുട്ടികളോ മറ്റോ ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വെടിവെപ്പിൽ മരിച്ചിട്ടുള്ളത്. മരണസംഖ്യ ഇപ്പോഴും പുറത്തുവിട്ട അത്രയൊന്നും അല്ല. ഇപ്പൊ നമ്മൾ പറയുന്നു 150 മരണങ്ങൾ നടന്നു എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള മരണസംഖ്യ. ആയിരക്കണക്കിന് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്ന ഈ ഇമിഗ്രേഷന്റെ തോത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇന്ത്യയിലുള്ള ഈ ഇമിഗ്രേഷൻ ക്രൈസിസ് മുഴുവൻ ഉണ്ടാക്കിയത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറാണ്. 1947 തൊട്ട് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ അതിനകത്തെ കുടിയേറ്റം ഉണ്ടെങ്കിൽ പോലും 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടായ സമയത്ത് അഭയാർത്ഥികളായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഇന്ത്യയിലേക്ക് പ്രവഹിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആണ് ഭരണത്തിലുള്ളത്. ആ സമയത്ത് അഭയാർത്ഥികളെ തടയാൻ കഴിയാത്തത് കൊണ്ട്, ഒന്ന് ഇന്ത്യ കൂടി പങ്കെടുക്കുന്ന യുദ്ധമാണ്, ഇന്ത്യ ബംഗ്ലാദേശി പൗരന്മാരെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം സെയിം റേസ് ആണല്ലോ. ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനമാണല്ലോ 1905 ബ്രിട്ടീഷുകാര് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ആക്കി വിഭജിക്കുന്നത്. അന്ന് നമ്മൾ സംയുക്ത ബംഗാളിന് വേണ്ടിയിട്ടാണ് ചില സ്വദേശി മൂവ്മെന്റ് പോലും ഉണ്ടായത്. ബംഗാൾ വിഭജനത്തെ എതിർത്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ന് ഉടലെടുക്കുന്നത്. അപ്പൊ ബംഗാളിനോടുള്ള ഐക്യദാർഢ്യം ഇന്ത്യയുടെ ഒരു പരമ്പരാഗത നിലപാടാണ്. പിന്നെ സെയിം റേസ്, ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരം പിന്തുടരുന്ന, ഒരേ ഭക്ഷണശൈലിയും ഒരേ വസ്ത്രധാരണ ശൈലിയൊക്കെ പിന്തുടരുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ബംഗാളികളും ബംഗ്ലാദേശികളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സൗഹൃദവും സാഹോദര്യവും ഉണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്തത് പോലെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അന്ന് നമുക്ക് ഇവരെ പുറന്തള്ളാൻ കഴിയാത്തത് കൊണ്ട് അന്ന് ഒരുപാട് ആളുകളെ കയറ്റി, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പറഞ്ഞൊരു പോളിസി എന്താന്ന് വെച്ചാൽ, യുദ്ധമൊക്കെ കഴിഞ്ഞ് അവിടെ ബംഗ്ലാദേശ് പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കണക്കെടുത്തുകൊണ്ട് ഇവരെ തിരിച്ചയക്കുന്ന, പക്ഷെ പിന്നീട് ഇവരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് യാതൊരു ശ്രദ്ധയും പുലർത്തിയില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ബംഗാളിൽ വന്ന് കുടിയേറിയിട്ടുള്ള ഈ അഭയാർത്ഥികൾ ബംഗാളിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ബംഗാളികൾക്ക് ഓക്കെയാണ് ബംഗ്ലാദേശികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരം പിന്തുടരുന്ന ആളുകളാണ്. പക്ഷെ നേരെ തിരിച്ച് ഇവര് ബംഗാളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാലോ? ഇപ്പൊ കേരളത്തിൽ നോക്കി എത്ര ബംഗ്ലാദേശികളുണ്ട് അല്ലെങ്കിൽ ബംഗാളികളുണ്ട്. അതല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രം 40,000 ഇല്ലീഗൽ ഇമിഗ്രൻസ് ബംഗ്ലാദേശികൾ ഉണ്ട് എന്നാണ് കണക്കെടുക്കപ്പെടുന്നത്. ആസാമിലാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത്. കാരണം ആസാം എന്ന് പറയുന്ന ഒരു ട്രൈബൽ സംസ്ഥാനമാണ്. അവരുടെ പ്രത്യേകമായിട്ടുള്ള സംസ്കാരം, അവരുടെ പ്രത്യേകമായിട്ടുള്ള ജീവിത രീതി, അവരുടെ പ്രത്യേകമായിട്ടുള്ള ഗോത്രാചരണങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമൂഹമാണ്. ഇതിലേക്ക് ബംഗ്ലാദേശികളുടെ കുത്തൊഴുക്ക് ഉണ്ടായതോടുകൂടി ഇവരുടെ അവിടുത്തെ നാടിന്റെ സ്വഭാവം മാറി, അവിടുത്തെ ഈ പറയുന്ന ഡെമോഗ്രഫിക്സ് മാറി, കാസ്റ്റ് ഇക്വേഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് ഇക്വേഷൻസ് മാറി, അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറി. മാത്രമല്ല വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്നതിന്റെ അളവ് കുറയില്ലേ? സ്വാഭാവികമായിട്ടും കടന്നു കയറിയിട്ടുള്ള ആൾക്കാർ നമുക്ക് അർഹതപ്പെട്ടത് മുഴുവൻ കൊണ്ടുവന്നു എന്നുള്ള റിസെന്റ്മെന്റ് ഇവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. 1978 ആയപ്പോഴേക്കും ഇത് വലിയൊരു മൂവ്മെന്റ് ആയി മാറി. അസാം സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ, ഓൾ അസാം സ്റ്റുഡൻസ് പരിഷത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ അസാം മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായി. അസാം മൂവ്മെന്റിന്റെ പരിമിതമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അസാമിലേക്ക് കടന്നു കയറിയിട്ടുള്ള അസാമികളല്ലാത്ത ആളുകളെ, ബംഗാളികളെ, ബംഗ്ലാദേശികളെ എല്ലാരെയും പുറത്താക്കണം എന്നുള്ളതാണ്. അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പറഞ്ഞു ഇവരെ നമുക്ക് പുറത്താക്കാന്ന് പറഞ്ഞു. പക്ഷെ 83 ആയപ്പോ എന്ത് സംഭവിച്ചു എന്നറിയോ? 83 ആയപ്പോ ഇതിൽ നിന്ന് ഏതാണ്ട് 45,000 ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്തു. അന്നത്തെ അസാമിലെ ഇലക്ട്രൽ റെക്കോർഡ്സിൽ തന്നെ 45,000-ഓളം നോൺ അസാമികൾ, അതായത് ബംഗാളികളൊക്കെ ഈ പൗരത്വത്തിൽ ഇടപെട്ടു. ഇതിനെതിരെയാണ് അവിടെ വലിയ കലാപം നടന്നത്. കൂക്കി മാസക്കർ എന്ന് പറയും. കൂക്കി മാസക്കർ അല്ല, നെല്ലി മാസക്കർ.
നെല്ലി മാസക്കർ എന്ന് ഉം. പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരേ ദിവസത്തിൽ ഏറ്റവും ഏറെ ആളുകൾ ഒന്നിച്ച് കൊല്ലപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നെല്ലി മാസക്കർ എന്ന് പറയുന്നത്. ഒറ്റ ദിവസം രാവിലെ 6 മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് 12 മണി വരെ നടന്നിട്ടുള്ള കൂട്ടക്കൊലയിൽ 10,000-ഓളം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് അവിടുത്തെ ട്രൈബൽസ് കൊന്നു കളഞ്ഞത്. ഇങ്ങനെ വലിയൊരു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആസാം അക്കോർഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ടിട്ട് അസാമിലെ പ്രക്ഷോഭകരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്, അസാം അക്കോർഡ് ഉണ്ടാക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയാണ് അന്ന് ഉം. പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. ഒരു സഹതാപ തരംഗത്തിൽ 414 സീറ്റുമായിട്ട് ഭരണത്തിൽ വന്നിട്ടുള്ള സർക്കാരിന് അസാമിലെ ഉം. പ്രക്ഷോഭകരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടി വന്നു. ആ ഉടമ്പടിയിൽ പറഞ്ഞത് 3D ആണ്. ട്രിപ്പിൾ D: ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഡിറ്റക്ട് ചെയ്യും, ഇവരെ മുഴുവൻ എല്ലാ ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യും, ഇവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ ഡിപ്പോർട്ട് ചെയ്യും. 3D. ഇത് നടത്താൻ ഒരു ടൈം ലൈൻ ഒക്കെ വെച്ചിരുന്നു, ഇത്ര സമയത്തിനുള്ളിൽ നടത്താം എന്ന് പറഞ്ഞിട്ട്. ഇത് നടത്താണ്ട് വന്നതിനെ തുടർന്നിട്ട് പിന്നീട് സുപ്രീം കോടതിയിൽ വ്യവഹാരം ഉണ്ടായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇപ്പോ ആസാമില് എന്താണ് NCR ഉണ്ടാക്കുന്നത്, നാഷണൽ രജിസ്ട്രി ഓഫ് ഉം. സിറ്റിസൺസ് എന്ന് പറയുന്ന NRC ഉണ്ടല്ലോ. അസാം NRC ഉം. നടപ്പാക്കുന്നത് അസാം അക്കോർഡ് നടപ്പാക്കാത്തതിനെതിരെ സുപ്രീം കോടതിയിൽ നടന്ന വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ, കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ രാജ്യത്ത് ഉം. ഡെമോഗ്രഫിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള, വലിയ കലാപങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് 47 മുതൽ തുടങ്ങുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇത് ഭയങ്കര എക്സോർബിറ്റന്റ് നമ്പേഴ്സിലേക്ക് പോയി. 2004 ഉം. കണക്ക് പ്രകാരം 1.5 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ്. ഉം. 1.5 മില്യൺ അല്ല, 15 മില്യൺ, അതായത് 1.5 കോടിയോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. ഇവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ്. ബംഗാളിൽ മാത്രമല്ല ഇവർ ഉം. കിടക്കുന്നത്. ഇവര് അസാമിലുണ്ട്, ഇവര് ത്രിപുരയിലുണ്ട്, ഇവര് ഡൽഹിയിലുണ്ട്, അതേപോലെ തന്നെ ഇവര് എന്താ പറയാ കേരളത്തിൽ ധാരാളം എണ്ണം ഉണ്ട്. നമുക്ക് കേരള ഉം. പോലീസിന് ഇതിന്റെ എണ്ണം പോലും അറിയില്ല. കേരളത്തിൽ ഇപ്പൊ എത്ര ഉം. ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്, എത്ര ബംഗാളികളുണ്ട്, അത് എത്ര പേര് ബംഗ്ലാദേശികളാണ്, എത്ര പേര് അസാം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും ബംഗാളികൾ എന്നൊരു പൊതു സംജ്ഞയിൽ അങ്ങോട്ട് വ്യവഹരിക്കുകയാണ് ചെയ്യാറുള്ളത്. ബംഗാളികൾ എന്നാണ് അതെ. പറയുക. പക്ഷെ ഇതിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇത് വലിയൊരു ആഭ്യന്തര സുരക്ഷാ ഭീഷണിയാണ്. കാരണം ഇവരുടെ ഇവർക്കൊരു സ്വഭാവം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സ്വഭാവം ഉണ്ട്. അതായത് എവിടെ പോയി ചെന്നാലും വളരെ സംഘടിതമായിട്ടുള്ള കോളനികൾ പോലെയാണ് ഇവർ താമസിച്ചതിന് ശേഷം ഉം. കുറച്ച് കാലത്തിന് ശേഷം ഇവര് ഈ സർക്കാർ രേഖകളിലെല്ലാം, അതായത് അതാത് കാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി കണക്കാക്കിക്കൊണ്ട് ഇവരുടെ പിന്തുണ ഞങ്ങൾക്കാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവർക്ക് പൗരത്വമൊക്കെ കൊടുക്കും. ഇവർക്ക് ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യും, ഇവർക്ക് റേഷൻ കാർഡിൽ പേര് വരും, ഇവർക്ക് വോട്ടേഴ്സ് ID കിട്ടും, ഇവർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റും. സാധാരണ പൗരന്മാർക്കുള്ള എല്ലാ അവകാശമുള്ള ആളുകളായിട്ട് മാറും. പിന്നീട് തിരിച്ചറിയാൻ പറ്റാതെയോ ഒരിക്കൽ ഇവർക്ക് ബംഗാളില് ഈ പറയുന്ന പോലെ സർക്കാർ രേഖകളിലൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ, ബംഗാൾ വന്നിട്ട് ഇവർക്ക് ആധാർ കാർഡ് കിട്ടി, വോട്ടേഴ്സ് ID കിട്ടി. ബംഗാളി പൗരന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും പോയി ജീവിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമുക്ക് ബംഗാളിൽ നിന്നുള്ള ആള് കേരളത്തിൽ കയറാൻ പറ്റില്ല, കേരളത്തിൽ നിന്നുള്ള ആൾ കർണാടകയിൽ കയറാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആർട്ടിക്കിൾ 19 പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൽ യാത്ര ചെയ്യാനും ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് റിസൈഡ് ചെയ്യാനും എവിടെ ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഒരിക്കലും ഇവര് ബംഗാളികളായി ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇവർ ഇന്ത്യയിൽ എവിടെ പോയിട്ട് വേണമെങ്കിലും ജീവിക്കാൻ കഴിയുന്ന സമൂഹമായിട്ട് മാറും. എന്നാൽ ഇവർ സമാധാനപരമായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇവര് ഒരു സ്ഥലത്ത് ചെന്ന് സംഘടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ മതപരമായിട്ടുള്ള ഈ പറയുന്ന തീവ്ര ആശയങ്ങൾ പുറത്തേക്ക് എടുക്കുകയും അവിടെയുള്ള സാമുദായികമായിട്ടുള്ള സൗഹാർദ്ദാന്തരീക്ഷത്തെ തകർക്കുകയും അവിടെ വലിയ അളവിലുള്ള കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യും. ഇത് കേരളത്തിൽ പോലും ഈ ഇടത്ത് ഈ ബംഗാളി സെറ്റിൽമെന്റ്സിൽ നമ്മൾ കാണുന്ന പ്രശ്നമാണ്. അവിടെയൊക്കെ ഇങ്ങനെയാണ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ തന്നെ ഇത് ബാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊന്നും ഒരു സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്ന തീരുമാനം. ഇത് രാജ്യത്തിന്റെ ഭാവിയെ, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയൊക്കെ തന്നെ വലിയ അളവിൽ ബാധിക്കുന്ന ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഏടുകളും അടരുകളും ഉള്ള, ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പോലുമുള്ള ഒരു വിഷയത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനമായിട്ട് മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, 30% മുസ്ലിം വോട്ടർമാരുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിന്റെ അവസ്ഥ 27% ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ബംഗാളിൽ. വെസ്റ്റ് ബംഗാളിൽ 30% മുസ്ലിം വോട്ടർമാരാണുള്ളത്. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷനെ താത്വികമായിട്ട് അംഗീകരിക്കുന്നവരാണ് ഇവര്. കാരണം എന്താണ്, ബംഗ്ലാദേശിലെ ഈ ജനസംഖ്യ 30% എത്തിയത് സ്വാഭാവികമായിട്ടുള്ള വംശവർദ്ധനയിലൂടെയൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളിലൂടെയാണ്, ഇമിഗ്രേഷനിലൂടെ തന്നെയാണ്. 1951 സെൻസസ് പ്രകാരം വെസ്റ്റ് ബംഗാളിലുള്ള മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 19% ആണ്. ആ 19%-ൽ നിന്ന് 2021 ആയപ്പോഴേക്കും ഇത് 30%-ലേക്ക് എത്തണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനം ഉണ്ടാവുന്ന ഈ ബോർഡർ ഡിസ്ട്രിക്റ്റുകൾ, CD ബ്ലോക്കുകൾ എന്ന് പറയും.
CD ബ്ലോക്സ് എന്ന് പറയും. അപ്പൊ സാധാരണ വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലത്ത് ഉള്ള 10 വർഷത്തെ ഡെക്കേഡൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2011-നും 2021-നും ഇടയ്ക്കുള്ള ഡെക്കേഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 10% തൊട്ട് 12% വരെയാണെങ്കിൽ ഈ CD ബ്ലോക്കുകളിലൊക്കെ ഈ ഡിസ്ട്രിക്ട് എന്താ പറയാ ഈ ബോർഡർ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഈ എന്താ ദശവാർഷിക വർധന അല്ലെങ്കിൽ ഡെക്കേഡൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 25% to 30% ആണ്. ഇപ്പൊ മുർഷിദാബാദ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡെക്കേഡൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 34% ആണ്. അതായത് 10 കൊല്ലം കൊണ്ട് 1/3 ഭാഗം വീണ്ടും വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അഭൂതപൂർവമായിട്ടുള്ള വർധനം ഉണ്ടാവുന്നത് കേവലം സ്വാഭാവികമായിട്ടുള്ള എന്താണ് ജനസംഖ്യാ വർധനമല്ലത്, അത് പുറമെ നിന്ന് ആളുകൾ കൂടി വന്നുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബംഗാളിന്റെ ഡെമോഗ്രഫി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഡെമോഗ്രഫി ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് തങ്ങളെ ശക്തിപ്പെടുത്തുന്ന, തങ്ങളുടെ എതിർപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവരിതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവരുടെ പിന്തുണയിലാണ് മമതാ ബാനർജിയെ പോലെയുള്ളവരുടെ സർക്കാരുകൾ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് മമതാ ബാനർജി ഇതിനെ അംഗീകരിക്കുകയാണ്. ഇത് നടക്കില്ലെന്ന് മമതാ ബാനർജിക്ക് അറിയാം. ഇതൊന്നും ഇപ്പൊ താൻ തീരുമാനിച്ചാൽ നടക്കില്ല എന്നും ഇതിന് മുകളിൽ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടെന്നും ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടെന്നും അറിയാം. ഇപ്പോ എന്താ പറയാ ഇന്ത്യയിലെ സുപ്രീം കോടതി തന്നെ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ട് ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് കൊടുത്തിട്ടുള്ള ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പൗരാവകാശങ്ങൾ ക്ലെയിം ചെയ്യാൻ ഇല്ലീഗൽ ഇമിഗ്രൻസിന് യാതൊരു റൈറ്റും ഇല്ല, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമായിക്കൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രാജ്യത്ത് പരമോന്നത കോടതി പോലും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആണെന്ന്. അങ്ങനെയുള്ള കാര്യത്തിൽ തന്റെ അഭിപ്രായം ഒന്നും നിലനിൽക്കില്ല തന്നെ. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു ഡോഗ്വിസിലാണ്. തന്റെ ഒരു പ്രോസ്പെക്റ്റീവ് വോട്ട് ബാങ്കിനോട് ഞാൻ നിങ്ങളുടെ ആള് തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ ശക്തമായി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പീസ്മെന്റ് ആണ് ഈ സംഭവം യഥാർത്ഥത്തിൽ എന്നേ ഞാൻ പറയുള്ളൂ. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത്? ഇത്തരത്തിൽ മമതാ ബാനർജിയുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന വന്നിട്ട് കേന്ദ്രം ഇതിൽ ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല നോക്കൂ, ഇതിൽ ഇപ്പൊ പിണറായി വിജയൻ പറയുന്നു ഞങ്ങള് CIA കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നു. ഇത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം ഇതൊരു അസംബന്ധമായിട്ടുള്ള പരാമർശമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഒരു നിയമം നടപ്പാക്കില്ലെന്ന് പറയാൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ 3 ലിസ്റ്റ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബംഗാളിലേക്ക് ബംഗ്ലാദേശികളെ മമതാ ബാനർജി ഒരിക്കലും ആനയിച്ചു കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഇൻഫിൽട്രേഷൻ നടക്കാമല്ലോ ബംഗ്ലാദേശിൽ നിന്നൊരു ഇൻഫിൽട്രേഷൻ, അതിനൊരു വഴി ഒരുക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അതിലൊരു നടപടി എടുക്കേണ്ടി വരില്ലേ? നമ്മുടെ അതിർത്തി സുരക്ഷ വലിയ പ്രാധാന്യമുള്ള ഒരു സാധനമാണല്ലോ. അല്ല അതിലൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവിക നടപടികളുണ്ട്. നമുക്ക് അതിർത്തി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൈന്യം തന്നെ ഉണ്ട്, BSF എന്ന് പറയും, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സൈന്യത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ചുമതല എന്ന് പറയുന്ന അതിർത്തിയിലുള്ള ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെ പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊരു എന്താ പറയാ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കണം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് 4000 കിലോമീറ്റർ കര അതിർത്തി ഉണ്ട്, ലാൻഡ് ബോർഡർ ഉണ്ട്. ഇതിൽ ഏതാണ്ട് 2200 കിലോമീറ്ററോളമുള്ള അതിർത്തി വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഉള്ളത്. ഇതിലെ പല സ്ഥലങ്ങളും വളരെ ടഫ് ആയിട്ടുള്ള ടെറൈനുകളാണ്, പോറസ് ആയിട്ടുള്ള ബോർഡറുകളാണ്. എല്ലാ സ്ഥലത്തും ഈ 2200 കിലോമീറ്ററിൽ നമ്മുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രേഷനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് ലോകത്ത് ഒരു രാജ്യത്തിനും സാധിക്കില്ല. കാരണം അത്രയും മാൻ പവർ നമ്മൾ അവിടെ വിന്യസിക്കേണ്ടി വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയാ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈനിക വികേന്ദ്രീകരണം നടത്തും. അഥവാ ഇതിനെ എന്താ പറയാ അബദ്ധത്തിൽ ആരെങ്കിലും കടന്നുകൂടി കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാനും അവരെ ഡിപ്പോർട്ട് ചെയ്യാനും നമ്മൾ വേറൊരു സിസ്റ്റം ഉണ്ടാക്കും. അതിനാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈബ്യൂണൽ ഉണ്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ട്രൈബ്യൂണലിൽ വിചാരണ നടത്തി ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിയമമുണ്ട്. അതിന് വേണ്ടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് പോലും അധികാരം കൊടുത്തുകൊണ്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പോളിസി ഉണ്ട്. ഇതെല്ലാം സാധാരണഗതിയിൽ നടക്കുന്ന, ഞാൻ പറഞ്ഞത് ഇത് 1950 മുതൽ ഉള്ളതാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ഇൻഫിൽട്രേഷനെതിരെ 1971 മുതൽ നമ്മൾ വളരെ സജീവമായിട്ട് വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാ വർഷവും പ്രതിവർഷം 1 ലക്ഷത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് 91,000 എന്നുള്ളതായിരുന്നു 2017 കണക്ക്. ഇത് നമ്മൾ ഇത്രത്തോളം ശ്രദ്ധ പുലർത്തിയതിനു ശേഷം ചെയ്യുന്ന, പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും എന്താന്ന് വെച്ചാൽ ഈ 2200 കിലോമീറ്ററും ഫെൻസ് ചെയ്യുക,
അതെ 2200 കിലോമീറ്ററിൽ നമ്മുടെ സൈന്യത്തെ വിന്യസിക്കുക, ഈ പറയുന്ന പ്രദേശത്ത് മുഴുവൻ ഈ പറയുന്ന സാറ്റലൈറ്റുകളുടെയും ഡ്രോണിന്റെയും ഇതില് സ്ഥിരമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ്മെന്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പരിഷ്കരണങ്ങൾ കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അതാത് ഘട്ടങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനിടയിൽ ആൾക്കാർ വിവരമില്ലാണ്ട് നടത്തുന്ന പരാമർശങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പിണറായി വിജയൻ CAA കേരളത്തിൽ നടപ്പാക്കില്ല എന്നുകൊണ്ട് പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞു. ഇത് ഒരാളൊരു ഉം. അസംബന്ധം പറയണം, അയാൾ ആരും കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഇത് കേൾക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി തനിക്ക് ഇതൊന്നും പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉം. നടത്തുന്ന വെറും വോക്കറിയാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ. ആ സ്റ്റേറ്റ്മെന്റുകൾക്ക് അത്ര ഗൗരവം കൊടുക്കണ്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മമതാ ബാനർജിക്ക്. അവിടുത്തെ BJP കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. സുവേന്ദു അധികാരിയൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലാന്നും നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ കാര്യത്തിലൊന്നും ഉം. വല്ലാതെ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലൊക്കെ UN-ന്റെ ഒരുപാട് റെസൊല്യൂഷൻസും UN-ന്റെ ഒരുപാട് ഉം. ഉം. ചാർട്ടറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ഇപ്പൊ മമതാ ബാനർജി അത് പറഞ്ഞ വെച്ചിട്ടാണ് ലോകം മമതാ ബാനർജി ഈ സംബന്ധിച്ചോളം കാര്യം പറഞ്ഞിരിക്കുന്നത്. കാരണം UN-ന്റെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് മമത ഇതിനെ പിന്താങ്ങുന്നത്. പോലെ തന്നെ മമത ആ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസമിലെ വംശീയ സംഘർഷത്തിൽ ഉണ്ടായ പലായനത്തിൽ ഞങ്ങൾ ബംഗാളിലേക്ക് അസമിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് കുടിയേറ്റത്തിനുള്ള അനുവാദം കൊടുത്തിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മമതാ ബാനർജി. ഇത് അസംബന്ധമാണ്, പക്ഷെ എങ്കിലും മമത അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ല, മമത എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ മമതാ ബാനർജി പറഞ്ഞത് ഇപ്പൊ യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ശ്രദ്ധിച്ചോളുന്നില്ല. പക്ഷെ മമതാ ബാനർജിയോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന നടത്തിയാൽ ഞങ്ങൾ അങ്ങനെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക ശ്രദ്ധയിൽ വരും, അത് വലിയ ചർച്ചയാവും. അപ്പൊ എന്താണ്, UN ചാർട്ടർ ഓർ ഉം. റെഫ്യൂജീസ് ഉണ്ട്, അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട UN-ന്റെ 1945 ചാർട്ടർ ഉണ്ട്. ഈ ചാർട്ടർ ഇന്ത്യ പാലിക്കുന്നില്ലേ, ഇന്ത്യ അതിനെ വാല്യൂ ചെയ്യുന്നില്ലേ തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ വരും. അത്രയും അറ്റൻഷൻ, അത്രയും ലൈംലൈറ്റ് ആ വിഷയത്തിലേക്ക് കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമൊന്നും നടപ്പാക്കാത്തത്. പക്ഷെ നേരെ തിരിച്ച് മമതാ ബാനർജി പറയുന്നത് എന്താണ്, അവർക്ക് പറയാവുന്ന അവരുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമേ അല്ല. ഒരു സംസ്ഥാനത്തിലേക്ക് ആരെയൊക്കെ കടത്തി വിടണം എന്നുള്ളത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധികാരമല്ല. നാളെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കർണാടകയിലെ സർക്കാർ ജോലികളിൽ കർണാടകക്കാർക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സംവരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോ ഉം. എന്തുകൊണ്ട് അത് ഉം. നടപ്പിലായില്ല? എന്തുകൊണ്ടാണ് നടപ്പിലായില്ലെന്ന് വെച്ചാൽ അത് നടപ്പാക്കാതിരിക്കാനുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഈ രാജ്യത്തുണ്ട്. നാളെ പിണറായി വിജയൻ പറയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരും ഞങ്ങൾ കേരളത്തിൽ കേട്ടില്ല, കേരളത്തിൽ മലയാളികൾ ഉം. മാത്രം മതി. അത് പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ല. കാരണം ഇത് ഒരു ഫെഡറൽ സ്ട്രക്ചർ അല്ല. നമ്മൾ പലപ്പോഴും ഇത് ഫെഡറൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിലെ സത്യത്തിൽ ഉം. ഫെഡറലിസം ഫെഡറൽ ബാങ്കിന്റെ ബോർഡിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ശരിക്കുള്ള ഫെഡറലിസം ഒന്നും ഇന്ത്യയിലില്ല. ഇന്ത്യ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യൂണിറ്ററി ആണ്. അതിന് പണ്ഡിതന്മാർ അതെ. പറയും, ഇപ്പൊ സുഭാഷ് കശ്യപിനെ പോലെ DD ബസുവിനെ പോലെയുള്ള ആളുകൾ പറയും എന്താണ്, ഫെഡറൽ അറ്റ് സോഫ്റ്റ് ടൈംസ്, യൂണിറ്ററി അറ്റ് ടഫ് ടൈംസ്, ആംഫീബിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ പറയാം. ഏത് നിമിഷവും പെട്ടെന്ന് യൂണിറ്ററി ആക്കി മാറ്റാൻ സാധിക്കുന്ന മട്ടിലാണ് ഇത് തയ്യാറാക്കി വെച്ചത്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ പ്രൊവിഷനൊക്കെ ഉള്ളത്. അപ്പോ ഇവിടെ ഉം. നമ്മൾ കൃത്യമായിട്ടൊരു വികേന്ദ്രീകരണം നടത്തിയിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, ഉം. സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, രണ്ടുപേർക്കും നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ രണ്ടുപേരും നിയമം നിർമ്മിച്ചിട്ട് ഈ നിയമങ്ങൾ തമ്മിൽ ഒരു പരസ്പര വൈരുദ്ധ്യം വന്നാൽ എന്താണ് ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസി എന്ന് പറയും. ഇൻ കേസ് ഓഫ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എ യൂണിയൻ മെയ്ഡ് ലോ ആൻഡ് എ സ്റ്റേറ്റ് മെയ്ഡ് ലോ, ദ യൂണിയൻ മെയ്ഡ് ലോ ഷാൾ പ്രിവെയിൽ. അങ്ങനെ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് നിലനിൽക്കുക. അപ്പൊ തന്നെ അവിടെ ഉം. ഹൈറാർക്കി എന്താന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതില് അതെ. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താണ്? ഇന്ത്യ, ഉം. ദാറ്റ് ഈസ് ഭാരത്, ഷാൾ ബി എ അതെ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാ പറയുന്നത്. ഷാൾ ബി എ അതെ. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല. അപ്പൊ ഉം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? യൂണിയനും ഫെഡറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫെഡറേഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാരമുള്ള കുറെ യൂണിറ്റുകൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ USA എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ആണ്. അവിടെ 50 ഉം. സംസ്ഥാനങ്ങൾ കൂടിയിട്ടാണ് USA എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഉം. 50 പേരും തമ്മിൽ പരസ്പരം കരാറുണ്ടാക്കിക്കുകയാണ്, നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അവിടെ അങ്ങനെ ഒരു ഒന്നിച്ചു നിന്നിട്ട് ഒരു രാജ്യം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏത് യൂണിറ്റിനും ഉം. ഏത് ഘട്ടത്തിൽ ഇതിൽ നിന്ന് പിരിച്ചുപോകാൻ അധികാരമുണ്ട്. റൈറ്റ് ടു സിസീഡ് എന്ന് പറയും. അതുകൊണ്ട് ഇവരുടെ ഉം. ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഭാഗം, ഈ ഫെഡറേഷന്റെ ഭാഗമാവുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് ഡുവൽ ഉം. സിറ്റിസൺഷിപ്പ് ഉള്ളത്. അമേരിക്കയിൽ ഒരാള് നിങ്ങളിപ്പോ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇപ്പോ ടെക്സാസിലാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് USA-യുടെ പൗരത്വം ഉണ്ട്, നിങ്ങൾക്ക് ടെക്സാസിന്റെ പൗരത്വം ഉണ്ട്, ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇത് യൂണിയൻ ആണ്, ഇത് ഫെഡറേഷൻ അല്ല. ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് 29 സംസ്ഥാനങ്ങളുണ്ട്. 29 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു കരാറും ഇല്ല. ഓരോ ഉം. സംസ്ഥാനത്തിനും യൂണിയനുമായിട്ട് മാത്രമേ കരാറുള്ളൂ. അപ്പൊ കേരളം ഇതിന്റെ അതെ. ഭാഗമാണ്. കാരണം എന്താ, തിരുവിതാംകൂർ കേന്ദ്രവുമായിട്ട് ലയിച്ചു,
ട്രീറ്റി ഓഫ് ആക്സഷൻ ഒപ്പിട്ടിട്ട്, കൊച്ചി കേന്ദ്രവുമായിട്ട് ലയിച്ചു ട്രീറ്റി ഓഫ് ആക്സഷൻ ഒപ്പിട്ടിട്ട്, ഹൈദരാബാദ് കേന്ദ്രവുമായിട്ട് ലയിച്ചു ട്രീറ്റി ഓഫ് ആക്സഷൻ ആയിട്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു കരാറും ഇല്ല, കേരളവും കർണാടകയും തമ്മിൽ ഒരു കരാറും ഇല്ല നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന്. ഓരോരുത്തരുടെയും കരാറ് യൂണിയനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവര് യൂണിയനിൽ ലയിച്ച് ചേരുക ചെയ്യുന്നത്. ലയിച്ച് ചേരുമ്പോൾ ഇവരുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത്. മലയാളിയായിട്ടില്ല, എനിക്ക് കേരളത്തിന്റെ പൗരത്വം ഇല്ല, എനിക്ക് ഇന്ത്യൻ പൗരത്വം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് എനിക്ക് മറ്റേ ഫെഡറേഷൻ ആണെങ്കിൽ എനിക്ക് കേരള പൗരത്വം വേണ്ടേ? അവിടെ റൈറ്റ് ടു സിസീഡ് എന്ന് പറയുന്ന അധികാരം ഇല്ല. ഏത് ഘട്ടത്തിലും പിരിഞ്ഞു പോകാമെന്നൊരു അധികാരം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും ഇല്ല. വൺസ് യു എൻ്റർ ദ യൂണിയൻ യു ആർ ഓൾവേസ് എ പാർട്ട് ഓഫ് ദ യൂണിയൻ. ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ പോലെ യു ക്യാൻ ഓൾവേസ് എൻ്റർ ബട്ട് യു ക്യാൻ നെവർ ലീവ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഇറങ്ങി പോകാന്ന് പറയുന്ന ഒരു സാധ്യതയില്ല. അങ്ങനെ ഇറങ്ങി പോകാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് എന്താ നമുക്ക് അറിയാം. ജമ്മു കാശ്മീർ ആസാദി ചോദിച്ചപ്പോ എന്താ കിട്ടിയത്? ഹൈദരാബാദ് ആസാദി ചോദിച്ചപ്പോ എന്താ കിട്ടിയത്? ഈ പറയുന്ന പോലെ ബംഗാളിലെ ഒരു ഭാഗം ഒരു കാലത്ത് ആസാദി ചോദിച്ചപ്പോ, തമിഴ്നാട് ആസാദി ചോദിച്ചപ്പോ, ആസാദി ചോദിച്ചവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് എന്താണ്? അത് നമുക്ക് വളരെ കൃത്യമായിട്ടാണ്. കാരണം ഇത് എന്താ പറയുക, നമ്മൾ വളരെ സോഫ്റ്റ് സ്റ്റേറ്റ് ആണ്, ഭാരതം എന്ന് പറയുന്ന മക്കളെ പോലെ എല്ലാവരെയും പരിപാലിക്കുന്ന മെറ്റേണൽ നേച്ചറുള്ള രാജ്യം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടി 6 യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് കൂടിയാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു അതിർത്തിയുടെ ഒരു കഷ്ണം പോലും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഇന്ത്യ എത്ര യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. ചൈനയുമായിട്ട്, പാകിസ്ഥാനുമായിട്ട് ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായിട്ടുള്ള രാജ്യമാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഫെഡറൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള അർത്ഥത്തിൽ എന്താണ്, സാധാരണഗതിയിൽ സമാധാന കാലഘട്ടങ്ങളിൽ സ്മൂത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇൻ കേസസ് ഓഫ് ക്രൈസിസ് ഇത് ഒറ്റയടിക്ക് ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയിട്ട് പരിവർത്തനം ചെയ്യും. അതാണ് അതിന്റെ നേച്ചർ. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായിട്ട് വിദേശകാര്യ നയവും സ്വന്തമായിട്ടുള്ള ആഭ്യന്തര നയവും ഒന്നും രൂപീകരിക്കാനുള്ള അധികാരമില്ല. ഇതിന്റെ മുഴുവൻ പരമാധികാരിയായിട്ട് ഇതിന്റെ മുഴുവൻ നിയന്ത്രിക്കുന്ന യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ യൂണിയന് കീഴിൽ വിധേയത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ മാത്രമേ ഈ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇത് തന്നെ എന്നാലും മമതാ ബാനർജിയുടെ ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി എന്നാണ് ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത്. എന്തായാലും അത് തന്നെയായിരിക്കും കേന്ദ്രവും ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാടെന്നാണ് തോന്നുന്നത്. BJP കൃത്യമായിട്ട് മമതാ ബാനർജിക്ക് അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കാര്യത്തിൽ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ മമതയുടെ നീക്കം? വെറുതെ മമത ഈ കാര്യത്തിൽ ഒരു വിഭാഗത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നതാണോ, അല്ലെങ്കിൽ മമതയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. ഓക്കെ.